അലൈൻമെൻറ്റിൻ്റെ പേപ്പർ തന്ന് അത് ചെയ്ത് കാണുമോ എന്തോ നല്ലൊരു സംശയമാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യത്തിൽ ചെറിയൊരു ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്ത വർക്കുകളെല്ലാം നമുക്ക് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനത്തിൽ ഏതെങ്കിലും വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഡൗട്ടുണ്ട്, ആ ഒരു വർക്ക് ചെയ്തോ എന്നൊരു ഡൗട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഇനി അതിൻ്റെ ആവശ്യമില്ല. ഇങ്ങനൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. @P ഓഡിയോ ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ഷോറൂമിൽ അലൈൻമെൻറ്റ് പ്ലസ് റൊട്ടേഷന് കൊടുത്തു, അവർ റൊട്ടേഷൻ ചെയ്തെന്ന് പറഞ്ഞു, പക്ഷേ ബാക്ക് ലെഫ്റ്റ് സൈഡിൽ അലോയിൽ ഉണ്ടായിരുന്ന ചെറിയ സ്ക്രാച്ച് ഇപ്പോഴും അതേ ബാക്ക് ലെഫ്റ്റ് സൈഡിൽ തന്നെയുണ്ട്. അലൈൻമെൻറ്റിൻ്റെ പേപ്പർ തന്ന് അത് ചെയ്ത് കാണുമോ എന്തോ നല്ലൊരു സംശയമാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യത്തിൽ ചെറിയൊരു ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്ത വർക്കുകളെല്ലാം നമുക്ക് സ്വാഭാവികമായിട്ടും ഡൗട്ടായിരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സാംസങ്ങിൻ്റെ വാഷിംഗ് മെഷീൻ അവർ റിപ്പയർ ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത് ബാക്കിൽ ഒരു 6 സ്ക്രൂ ഇട്ടില്ല. അവർ നോക്കുമ്പോൾ എന്നെ 6 സ്ക്രൂ ഇട്ടിട്ടില്ലെന്നേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ചോദിച്ചതുപോലെ അകത്ത് ഇതുപോലെ എല്ലാം സ്ക്രൂ ഇട്ടിട്ടുണ്ടോ എന്ന് ആർക്കറിയാം. ആ ഒരു രീതി സ്വാഭാവികമായിട്ട് സാധാരണ എല്ലാവർക്കും സംശയം വരുന്നൊരു കാര്യം തന്നെയാണ്. ഇതിലെന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിലാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അവരോട് ചെന്ന് ഈ ഒരു സംശയത്തിനെക്കുറിച്ച് പറയാം. ഇപ്പോഴുള്ള എല്ലാ ഷോറൂംസിലും CCTV പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ക്യാമറാസ് അവൈലബിൾ ആണ്. അത് ഷോറൂമിനകത്ത് വർക്ക്ഷോപ്പ് ഏരിയാസിൽ വർക്കിംഗ് ചെയ്യുന്നതിൻ്റെ അവിടെ എല്ലാം ഇത് അവൈലബിൾ ആണ്. കാരണം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണെങ്കിൽ പോലും കസ്റ്റമർക്ക് ഇങ്ങനെ ഒരു സംശയം വന്നിട്ടുണ്ട്. അപ്പോൾ വന്നു കഴിയുമ്പോഴത്തേക്കും ക്ലിയർ ആക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെയാണ്. കാരണം പലരും പുറത്തുനിന്ന് പറഞ്ഞു കൊടുക്കും, അവരതൊന്നും ചെയ്യുന്നില്ല, ഈ വർക്ക് ചെയ്യുന്നില്ല, ആ വർക്ക് ചെയ്യുന്നില്ല. ഒബ്വിയസ്ലി കസ്റ്റമർക്ക് ഉറപ്പായിട്ടും ഈ ഒരു സംശയം ഉണ്ടാവും. ഒരു കുഴപ്പമില്ല, തീർത്ത് കൊടുക്കേണ്ട ഉത്തരവാദിത്വം ആരുടെയാണ്? നമ്മുടെയാണ്. ആസ് എ അഡ്വൈസർ നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ നേരെ കയറി നിങ്ങളുടെ വർക്ക്സ് മാനേജർ അല്ലെങ്കിൽ സർവീസ് മാനേജറോട് ഈ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഈ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം അദ്ദേഹം വ്യക്തതയോടുകൂടി നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണിച്ചു തരാൻ പുള്ളിക്ക് ഉത്തരവാദിത്തമുണ്ട്, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഉത്തരവാദിത്തമുണ്ട്. പുള്ളി അത് കാണിച്ചു തരണം, ആ വ്യക്തി അത് കാണിച്ചു തന്നിരിക്കണം. അങ്ങനെ തന്നെയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ വർക്ക് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർക്ക് കാണിച്ചു തരാൻ ഓപ്ഷൻ കാണത്തില്ല. നിങ്ങളോട് ക്ഷമ പറയുക, കാര്യങ്ങളൊക്കെ മാത്രമേ ഓപ്ഷൻസ് കാണത്തുള്ളൂ. അപ്പം അവരത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ചോദിക്കാൻ സാധിക്കും. ഏകദേശം ഒരു 20 ദിവസം വരേക്കുള്ള റെക്കോർഡ് അവരുടെ കീപ്പ് ചെയ്യാറുണ്ട്. കാരണം ഇത്രയും വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നു, അല്ലെങ്കിൽ ഇത്രയും ക്യാമറാസൊക്കെ വരുന്നുള്ളതുകൊണ്ട് ആ ഒരു ഷോർട്ട് പീരീഡ് ആയിരിക്കും. ചിലപ്പോൾ ഒരു 1 മന്ത് അല്ലെങ്കിൽ 2 മന്ത് വരെയൊക്കെ മാക്സിമം അവരുടെ കാണത്തുള്ളൂ. അപ്പം എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 മാസം കഴിഞ്ഞല്ല ഇത് പറയേണ്ടത്. അറ്റ് ദ ടൈം, അതായത് നിങ്ങൾക്ക് ആ സംശയം വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഷോറൂമിൽ നിന്ന് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ അടുത്ത ദിവസമാണെങ്കിലും വന്നിട്ട് അവരോട് ഈ ഒരു കാര്യം ചോദിക്കുക. കൃത്യമായിട്ട് അവരത് കാണിച്ച് തരണം, തന്നേ പറ്റൂ. തന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ശരിയായിരിക്കും, അവരത് റൊട്ടേഷൻ ചെയ്ത് കാണത്തില്ല. പക്ഷേ നിങ്ങൾക്കത് ചോദിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്.